ആ അതെ ഷ്യൂർ മാം ഐ വിൽ മെയിൽ മൈ റെസ്യൂം താങ്ക് യു മാം ആ മോളെ എന്താ മോളെ എന്താ പറ്റിയേ? ഇവിടെ വേണ്ടച്ച സ്കൂളിൽ ഒരു പ്രോബ്ലം വന്നു. ഇവിടുത്തെ ജോലി ഇനിയില്ല. എനിക്കിനി ഇവിടെ ഒറ്റയ്ക്ക് വയ്യച്ച. ഞാൻ വീട്ടിലോട്ട് വരാം. വന്നിട്ട് എന്താ ചെയ്യാൻ പോണേ? ഞാൻ അച്ഛൻ്റെ കൂടെ വീട്ടിൽ നിന്നോളാം. എൻ്റെ കൂടെ നിൽക്കാൻ ഇങ്ങോട്ട് ആരും വരണ്ട. നിന്റെ ഒരു പ്രോബ്ലത്തിനും ഞാൻ ഇനി കൂട്ട് നിൽക്കത്തില്ല. ജോലി പോയെങ്കിൽ പുതിയ ഒരെണ്ണം തന്നെത്താനും കണ്ടെത്തിക്കോണം. ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. ജോലിയില്ലാതെ നിന്നെ എനിക്കിനി കാണണ്ട. വേറൊന്നും എനിക്കറിയില്ല.
അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? തോന്നിയതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഡോണ്ട് ബ്ലെയിം മീ ഫോർ ഓൾ ദിസ്. സൈലൻസ്. അപ്പോഴത്തെ മെന്റൽ സ്റ്റേറ്റിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. അതിന്റെ കാരണം ഞാനാണെന്ന് മാത്രം പറയരുത്. Hey guys, I'm sorry for that confusion. ഞാനും രേണുകയുമായി there's no relationship. I still don't know why she did this. അതിലെ confusion clear ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ മെസ്സേജ്. Believe me guys, I'm still single. വരുന്ന വിവരത്തിന് സാറൊന്ന് വിളിച്ചു പോലുമില്ല. രാത്രിയിലത്തെ ആ ഫോൺ കാളും കൂടി ആയപ്പോൾ എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പോയി കാണാറുന്നില്ലേ? ഇനി വേണം ഞാനിവിടെ വരാം. അത് വേണ്ട മോളെ. വല്ലപ്പോഴും വരുന്ന പോലെ അല്ലല്ലോ ഇത്. ഈ ഒരു അവസ്ഥയിൽ തമ്മെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അവളെ ഒറ്റയ്ക്കിട്ടിട്ട് പോണേ? അതിനുവേണ്ടി ഇവിടെ എന്താ സാർ ഉണ്ടായത്? സ്കൂളിൽ നിന്ന് അവളെ പറഞ്ഞു വിട്ടതോ? ടീച്ചിങ്ങിൽ അവളത്ര പുറകോട്ടാണെന്നൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആ സ്കൂളുകാരുടെ ആംഗിളും അത്ര കറക്റ്റൊന്നും അല്ല. മാക്സിമം അവരുടെ ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽട്രേഷൻ. അതായിരിക്കാം. മറ്റെവിടെയെങ്കിലും ജോയിൻ ചെയ്താലും പെർഫോമൻസിൻ്റെ പേരിൽ അവർക്കും ഇത് തന്നെയാണ് തോന്നുന്നെങ്കിൽ. എല്ലാ ദിവസവും നമ്മൾ ഫോണിൽ കൂടെ പറയുമെങ്കിലും പലതും നീ എന്നെ അറിയിക്കാതെ തന്നെ മാനേജ് ചെയ്യുന്നില്ലേ? ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും മറ്റൊന്നും അവർക്ക് ശരിയായില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പണികളായിട്ട് നീ അവളെ നിർത്താവോ? വലുതായിട്ടൊന്നും വേണ്ട. എന്തെങ്കിലും എടുത്ത് സഹായിക്കാനോ റിസപ്ഷനിലോ മറ്റോ ഒന്ന് നിന്ന് ശരിക്കട്ടെ. മാസാമാസം അവൾക്കായിട്ടുള്ളൊരു ശമ്പളം ഞാൻ തന്നെ ഇവിടെ എത്തിക്കാം. നിൻ്റെ കൂടെ ആവുമ്പോൾ മറ്റൊന്നിനെയും പേടിക്കാണ്ട് അവ കൂടെ നിൽക്കാമല്ലോ. അതല്ലാതെ എങ്ങും എത്താതെ എനിക്കങ്ങനെ അവളെ കാണാൻ കഴിയാഞ്ഞിട്ടാണ് മോളെ. എബി വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവിടെ എന്തോ ഒരു ബഹളായിരുന്നെന്നറിയോ? പെട്ടെന്ന് അവളം കയറി കിടന്നത്. ദാ അടുക്കള ഇന്ന് നവീന്റെ കയ്യിലാ. സോ ഡിന്നർ എന്തായാലും ലേറ്റ് ആവും. നല്ല നാടൻ ചിക്കൻ കറിയാണ്. കുരുമുളകൊക്കെ ഇട്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. എന്തിനാണ് വെറുതെ കൊതിപ്പിക്കണേ? ഓ എന്തൊരു മണമെന്നറിയോ? വേവ് കാൽക്കുലേറ്റ് ആണ് ഇതായിരിക്കുന്നത്. എരിവ് കുറച്ചുകൂടെ വേണം, ഉപ്പ് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. സമയം കുറച്ച് കൂടുതൽ എന്താ? ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ബൈ. എബി പറ, തീരുമാനങ്ങൾ എവിടം വരെയായി? സ്ട്രാറ്റജിയിൽ വല്ല മാറ്റമുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. എല്ലാം ശരിയാകും എബി, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. 2 ദിവസത്തിനകത്ത് റിസർച്ച് ടീമിനെ ഫിക്സ് ചെയ്യും. അതിലില്ലെങ്കിൽ പിന്നെ ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ്. ഞാൻ പിന്നെ വിളിക്കാം. കോഴിക്കറി റെഡി. അവിടെ സ്കൂളിൽ നിന്ന് രഹസ്യമായിട്ട് ഞാനൊരു കാര്യം അറിഞ്ഞു. ഷി വാസ് അണ്ടർ നോട്ടീസ് പീരീഡ്. ഇപ്പോൾ ഏതാണ്ട് ടെർമിനേറ്റ് ആയിട്ടുണ്ട്. നീ അറിഞ്ഞായിട്ട് ഭാവിക്കൊന്നും വേണ്ട. അവൾ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആ നേരെ ഇരിക്കും മോളെ, തലേ കൈവയ്ക്കാതെ. മതി. കുറച്ചുകൂടി കൂടോ.
പോകുന്ന വഴിക്ക് നീ ഇവളെ ഒന്ന് ഹോസ്റ്റലിലാക്കിയേക്കണേ.